അടുത്തൊരു കംപ്ലീറ്റ് റീസ്റ്റോറേഷന് വേണ്ടി വന്ന ഒരു മാരുതി എസ്റ്റീമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം പൊട്ടിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, പൊട്ടിയെല്ലാം തന്നെ പൊട്ടിപ്പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാനൽസ് എല്ലാം തന്നെ അത്യാവശ്യം ഒരു ഡിസോർഡർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. മാത്രമല്ല ഈ സൈഡിലും സ്കേർട്ടിങ്ങിൻ്റെ ഏരിയയൊക്കെ അത്യാവശ്യം പൊട്ടൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ പൊട്ടിയുടെ ഒരു അതിപ്രസരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നോക്കുന്ന സമയത്ത് സീറ്റ് കവേഴ്സും കാര്യങ്ങൾക്കും വേറെ കുഴപ്പമൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ സീറ്റ് കവേഴ്സും അതുപോലെ ഇൻറ്റീരിയറിൻ്റെ ഓവറോൾ തീമും ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഡോർ പാഡിൽ ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ തന്നെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം തന്നെ ഇളകിയിരിക്കുകയാണ്. സോ മാക്സിമം വാഹനത്തിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റിയെ നശിപ്പിക്കാതെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം എന്നുള്ളതാണ് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ 1-2 ഡോറിൻ്റെ ലോക്ക് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. മാത്രമല്ല സ്റ്റോപ്പേഴ്സും ഇല്ല ഡോറിന്. അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തനിയെ അടഞ്ഞാൽ പോലും ലോക്കായി പോകും. ഇപ്പോൾ ബാക്ക് ഡോർ ഓൾറെഡി ലോക്കായിരിക്കുകയാണ്. ഇനി വീണ്ടും സെൻട്രൽ ലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് തുറക്കാൻ പറ്റത്തുള്ളൂ. വാഹനത്തിൻ്റെ ഡിക്കി കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അവിടെ വാട്ടർ ലീക്കേജ് വരുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ കഴിഞ്ഞ വെഹിക്കിളാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ട് പാച്ച് വർക്ക് ചെയ്യാത്തതുകൊണ്ട് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു. ദേ ഈ സൈഡിലൊക്കെ തന്നെ, ആംപ്ലിഫയറിൻ്റെ സൈഡിലൊക്കെ തന്നെ വെള്ളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ദേ ഈ സൈഡിലും സെയിം തന്നെയാണ് അവസ്ഥ. നല്ല രീതിയിൽ റസ്റ്റുമായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളവും കയറിയിട്ടുണ്ട്. അത് വീണ്ടും ഫർദർ റസ്റ്റിങ്ങിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് എന്തായാലും നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് വാഹനം ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്, ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട്. ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം ഇൻറ്റീരിയറിൻ്റെ കണ്ടീഷൻ ഞാൻ ചാപ്റ്റർ 2 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഓരോ അപ്ഡേഷനും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ രീതിയിൽ നിങ്ങളുടെ വാഹനവും റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിയോണിനെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ഫുൾ റീസ്റ്റോറേഷൻ്റെ വർക്ക് ലോഡിംഗ് ആണ്. അതിൻ്റെ വീഡിയോ കാണുന്നവരേക്കും ബൈ.